ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ തെഞ്ചേരി എന്ന സ്ഥലത്താട്ടോ. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സ്വന്തം നാട്ടുകാരെ, ഞാൻ ആശംസകൾ അറിയിക്കാനല്ല വന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയാണ്. ഞാൻ ടർഫ് പോയിരുന്നു, അവനെ വിളിച്ച് പറഞ്ഞ് നിങ്ങളെ കണ്ടത് നിൽക്കണം, അതിന് പൂർണ്ണ പിന്തുണ തന്ന് എൻ്റെ കുടുംബം, പിന്നെ എൻ്റെ ഗ്യാങ് അറക്കണം. അവനാണ് ഇവിടെ എല്ലാവരും കൂടെ പിടിച്ച് ഇതിൽ വെച്ചത്. പിന്നെ അതിലേറെ ഉപരി നിങ്ങളാണ്, ഈ ഉമ്മമാര്, എൻ്റെ അമ്മമാര്, ഏട്ടന്മാര്, കാക്കമാര്, അനിയന്മാര്, അനിയത്തിമാര്, ഒന്നും രണ്ടും ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് എനിക്ക് വേണ്ടി ജീവിച്ചെടുക്കുന്നത്. എനിക്കറിയാമോ, കരച്ച് ചിരി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം ഞാൻ ചെയ്യും. ഇങ്ങനെ ചിരിച്ചും കളിച്ച് നടന്ന എന്നെ നിങ്ങൾ അംഗീകരിച്ചു. എനിക്ക് വല്ലാത്ത സന്തോഷമുള്ളത്. ആരെങ്കിലും പേരൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സർഫാക്കൊണ്ട് ചിരിക്കാനുണ്ട്. പിന്നെ അടുത്ത 5 വർഷം നിങ്ങൾ പറയാൻ അത് ഉറക്കാൻ തരികയാണ്. പിന്നെ ഈ നാട്ടിൽ ഓരോ വീട്ടിൽ കയറാൻ എനിക്ക് ധൈര്യം തന്നത് കഴിഞ്ഞ ടൈമിലൊക്കെ അവിടെ മത്സരിച്ച അസ്നത്ത് കുഞ്ഞാണിക്കും പിന്നെ നമ്മളെ മാധവിച്ചേക്കാണ്. ഇവര് ഈ നാട്ടിൽ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് പേടി കൂടാതെ ഓരോ വീട്ടിൽ കയറി വോട്ടൊക്കെ എത്തിക്കാൻ സാധിച്ചതെന്ന് ഞാൻ അവിടെ പറയുന്നു. ഞാൻ ഒരു 10-15 മണിയാകുമ്പോൾ കടന്നൊക്കെ പോകും. പിന്നെ വാട്സപ്പിൽ രാവിലെ നിൽച്ചു പോകുമ്പോൾ 4 മണിക്കൊക്കെ ഇവര് ഫോട്ടോ ഒക്കെ വരും. അതുവരെ വലിയ പോസ്റ്റർ ഇട്ടിച്ചടക്കുക. ഞാനും മുസ്ലിമിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അകത്ത് പോകും. ഞാൻ എങ്ങനെയത് ഞാൻ നിൽക്കാണ്. കുറെ പ്രസംഗമല്ല, ഫസിലാണെന്നാലും കരഞ്ഞു പോകും സത്യം. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? ഞാനൊരു പ്രസംഗം കേട്ടു. നിങ്ങൾ പ്രസംഗിച്ചാണത്? ഇവിടുന്ന് പരിപാടി പ്രസംഗിച്ച എന്ന് പ്രസംഗിച്ചാണത്? അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിപാടി ഉണ്ട്, 29-ാം തീയതി നമ്മളെ വാർഡ് മെമ്പറും എല്ലാ മെമ്പർമാർക്കും ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്ന് പ്രസംഗിച്ചാണ്. പ്രസംഗം എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ നാട്ടിലെല്ലാവർക്കും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഇന്നത്തെ പ്രസംഗത്ത് പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ ചിരി മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ബാക്കിയുള്ള സ്വഭാവം പോണുള്ളൂ എന്നില്ലാതെ പറഞ്ഞു.